ബില്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു. മനസ്സിലായില്ല. അവന്റെ ലൈഫ് ഹിസ്റ്ററി ഒന്ന് നോക്കിയേ. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവനാവൻ. അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. റീസൺ അറിയില്ല. ആ അവസ്ഥയിൽ നിന്നും വന്ന അവന്റെ ഇന്നത്തെ നില എന്താ? സമ്മർദ്ദം. ഡേവിഡ് ബില്ല. അതവന്റെ യഥാർത്ഥ പേരാണെന്ന് പോലും സംശയമുണ്ട്. അവന്റെ ഓരോ സോറി സർ. അവന്റെ ഓരോ കേസുകൾ നോക്ക്. വെരി നീറ്റ് ഡീലിംഗ്. അവന്റെ കടുത്ത ആരാധകനും ഞാനാ, കടുത്ത ശത്രുവും ഞാൻ തന്നെയാ. നട്ടുണ്ടേ. ഇറ്റ്സ് ഓക്കെ, സാരമില്ല സാർ. അവനെ അറസ്റ്റ് ചെയ്യുന്ന ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒരുപാട് കളിക്കുന്നുണ്ടവൻ. നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം. കാരണം ഭയത്തിന്റെ അർത്ഥം അവൻ അറിയില്ല. സർ, ഡാനിയാണ് സർ. പറയൂ. എവിടെയെങ്കിലും മീറ്റ് ചെയ്യണോ? ഇല്ല, ഇപ്പം എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ശരി, പറ. സർ, ഈ ഗ്രൂപ്പിൽ ബില്ലേക്ക് മുകളിൽ എടുത്തിട്ടുണ്ട്. അതാരാ? ജഗദീഷ്. ജഗദീഷ്? ആ പേര് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ. പുതുതായിട്ട് ജോയിൻ ചെയ്താണ്. കാണാൻ എങ്ങനെ? അറിയില്ല സർ, ഇതുവരെ അവനെ ആരും കണ്ടിട്ടില്ല. രഞ്ജിത്തും ബില്ലയുമായി അവൻ ഫോണിലൂടെ സംസാരിക്കാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബില്ലയുടെ മുറിയിൽ ഒരു കമ്പ്യൂട്ടറുണ്ട്. അതിലവൻ്റെ ഗ്യാങ്ങിനെക്കുറിച്ചും അവൻ്റെ കോൺടാക്ട്സിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഉണ്ട്. ശരി, നിനക്ക് അവിടെ നിന്ന് അത് എടുക്കാൻ പറ്റുമോ? ഇല്ല, ആ കമ്പ്യൂട്ടറിന് ഒരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് ബില്ലയ്ക്കും രഞ്ജിത്തിനും അല്ലാതെ മറ്റാർക്കും അറിയില്ല. പക്ഷേ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടി. അതൊരു മെമ്മറി കാർഡ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സാറിന് തരാം. ബാക്കി വിവരങ്ങൾ നേരിട്ട് സംസാരിക്കാം.